അവിടെ ഒരു കച്ചവടം ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. മിക്കവാറും ഇപ്പൊ തന്നെ കൈ കൊടുക്കും, കെട്ട് കൈമാറുന്നു. ഇടപാട് നടന്നു. ഇപ്പം നമ്മൾ വാണിയംകുളം ചന്തയിലാണ് കേട്ടോ. ഒന്ന് ഞായറാഴ്ച വ്യാഴാഴ്ച നമ്മൾ വാണിയംകുളം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചന്ത കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ബന്ധു ഭർത്താരൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഈ കച്ചവടത്തിന് ഗംഭീരം നടക്കുന്നു. അപ്പോൾ നമ്മളെ സിജിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു സിജിസ് വേൾഡ്. ആണ് വാണിയംകുളം വ്യാഴാഴ്ചത്തെ ചന്ത, കന്നിയന്ത കണ്ടില്ലേ. ഇന്ത്യയിലുള്ള ഒരുവിധം സംസ്ഥാനത്തിനൊക്കെ ഇവിടേക്ക് സാധനം വരുന്നുണ്ട്. പിന്നെ വ്യാഴാഴ്ച ചന്ത ആൾക്കാർ കസ്റ്റമേഴ്സും വന്നിട്ടുണ്ട്, മിക്കുള്ളവരും വന്നിട്ടുണ്ട്. പല സ്ഥലത്തും അവിടെ ഒരു കച്ചവടം ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. മിക്കവാറും ഇപ്പൊ തന്നെ കൈ കൊടുക്കും. കൈ കബൂലായി. നടക്കൂല, ഇല്ല, അതിന് ശരിയാവില്ല. ഒക്കെ തെറ്റിപ്പോയി. പോലി അതിൽ മിക്കവാറും അതിൽ കബൂലാവും. അവിടെ നടക്കട്ടെ, അവിടെ കച്ചവടം നടക്കട്ടെ, നമ്മൾ വേറെ നോക്കാം. ഇതൊക്കെ കുറേ കച്ചവടം കഴിഞ്ഞ ആൾക്കാരൊക്കെ വണ്ടി കയറ്റി കൊടുക്കാമെന്ന് തുടങ്ങി. ഈ ലോറിയിലാണ് കേട്ടോ സാധനം വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ. ഇതൊരു നമ്മൾ വിചാരിക്കുന്നത് ഒരു ചെറിയ പൈസയുടെ ഇടപാടാണ്. ഇത് കോടികളുടെ കച്ചവടമാണ്. ഇതിപ്പോൾ ഒരുവിധം കച്ചവടം കഴിഞ്ഞ ആൾക്കാർ കുറേ കയറ്റി പോയി ലോറിയിലേക്ക്. ഇതും കബൂലായോ? സെറ്റായി. അവിടെ കെട്ട് കൈമാറുന്നു. ഇടപാട് നടന്നു. സെറ്റായി. പെരുന്നാൾ വരെ ജീവിക്കാനുള്ളവരും ഉണ്ടാവും. ചിലപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ അങ്ങോട്ട് ഇറച്ചിയാവാനുള്ള സാധനം ഉണ്ടാവും. ചിലർ വളർത്താനുള്ളതുണ്ട്. അങ്ങനെ പല കാറ്റഗറിയാണ്. ഈ കാളകളൊക്കെ മിക്കവാറും ഇറച്ചിക്കുള്ളതായിരിക്കും. അതേ അവിടെ ഒക്കെ ആ കൊമ്പുള്ള സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ തമിഴ്നാടിൻ്റെ സാധനം കേട്ടോ. ആ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതുണ്ടല്ലോ, കളറൊക്കെ അടിച്ചിട്ട്, അതൊക്കെ തമിഴ്നാടിൻ്റെ സാധനങ്ങളാണ്. പിന്നെ പോത്തൊക്കെ അവിടെ പോത്തുണ്ട്. ആ പോത്തൊക്കെ മറ്റേ രാജസ്ഥാൻ, ബീഹാർ, ഡൽഹി അവിടെ നിന്നൊക്കെ വരുന്ന സാധനങ്ങളാണ്. കണ്ടില്ല, ഇതൊക്കെ ലോഡ് ആണ്, വലിയ ലോറികൾ. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇനി അങ്ങോട്ട് കുറേ അപ്പുറത്തേക്കൊക്കെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഈ ലോഡിലൊക്കെ ഇനി സാധനം വന്നതും ഇനി കയറിപ്പോവാനുള്ള വണ്ടികളൊക്കെയാണ്. ഇതൊരു വലിയൊരു പമ്പം ഒരു സെറ്റപ്പാണ്. ഇവർ ചെക്ക് പോസ്റ്റുകളിലൊക്കെ അവർക്ക് സെറ്റപ്പാണ്. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഇവിടെ നിർത്തി 2-3 ദിവസം കൊണ്ടൊക്കെയാണ് ഇവിടെ എത്തുള്ളൂ. 4 ദിവസം കൊണ്ടൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഇവിടെ സ്ഥലങ്ങളുണ്ട്. അവർക്ക് തീറ്റയൊക്കെ കൊടുത്ത് അവിടെ റെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും തോന്നും. ഇവിടുത്തെ ഈ ആൾക്കാരൊക്കെ ഈ ലുങ്കി കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കണ്ടാലൊന്നും ഇപ്പോൾ നമുക്കൊന്നും തോന്നില്ല. പക്ഷെ ഒക്കെ എല്ലാവരും ട്രൗസർ ലുങ്കി പൊന്തിച്ചിട്ട് ആ സൗസറിനെ നോക്കിക്കഴിഞ്ഞാൽ സൗസറിനകത്ത് കെട്ടുകളായിരിക്കും. അതുപോലെ അവരൊക്കെ ബമ്പം സെറ്റപ്പുള്ള ടീംസാണ്. മാർക്കറ്റിൽ വരുമ്പോൾ ഇങ്ങനെ ലുങ്കി കൊടുത്തിട്ടേ വരികയെന്ന് മാത്രം. കന്ന് കച്ചവടം. ആ കുന്നിൻ്റെ മുകളിൽ കാണുകണ്ടല്ലേ, അത് വാണിയംകുളത്തെ ഏക ബാർ. ഭയങ്കര ഹൈറ്റുള്ള, അതിന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം സ്ഥലമൊക്കെ കാണാം. നല്ല വൈബുള്ളൊരു
ബാറാണ്. വാണിയംകുളത്ത് വരുന്നവർക്ക് ബാറുണ്ട് കേട്ടോ. ഒറ്റപ്പാലം വരെ പോകേണ്ട കാര്യമില്ല, വാണിയംകുളത്തുണ്ട് ബാറ്. അതിന് മുകളിൽ നിങ്ങൾ ചന്ദ്ര നേരെ ഓപ്പോസിറ്റ്. കച്ചവടം കഴിഞ്ഞ വണ്ടികളിലൊക്കെ കയറ്റി ഒക്കെ കൊണ്ടുപോകുന്നു പല സ്ഥലങ്ങളിലേക്ക്. ഇത് വാങ്ങിച്ചുകൊണ്ട് പോവാ, വാങ്ങിച്ചാണല്ലേ? എവിടെ നിങ്ങളെ സ്ഥലം എവിടെയാ? ആ, അവിടെ നിന്നൊക്കെ ഇവിടേക്കാ വരിക അല്ലേ? ഇതിന് വളർത്താനാണോ? വളർത്താനാണ്. ശരി. ഇത് മൂരിയില്ലേ? രണ്ട് മൂരി. ഒരുപാട് വൈഡ് ഏരിയയിൽ നിന്നൊക്കെ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇവിടേക്ക് വരും. കൂട് വിട്ട് കൂട് മാറി അവർ വേറെ മുതലാളിയുടെ അടുത്തേക്ക് ഇതേ പോകും. ഒരു മുതലാളി മാറി വേറെ മുതലാളിയായി. ഇപ്പോൾ ബന്ധു ദിവസത്തെ വാണിയംകുളം ചന്ത വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.